നമ്മളിപ്പോൾ നോക്കുന്നത് 5 മിനിറ്റ് ചാർട്ടാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇന്നത്തെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇന്നത്തെ ക്ലോസിംഗ് ആ റേഞ്ചിൽ തന്നെയൊക്കെ ഓൾമോസ്റ്റ് ഓപ്പൺ ആക്കിയ ശേഷം മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ് പോയിരിക്കുകയായിരുന്നു. അപ്സൈഡ് മൂവ് എന്ന് പറയുമ്പോഴത്തേക്കിന് അറൗണ്ട് 25,200 250 240 ആ റേഞ്ചിലൊക്കെ പോയി ഒരു നല്ലൊരു ഫാൾ ആണ് സംഭവിച്ചത്. ഈ ഒരു ഡൗൺ മൂവ് തന്നതിന് ശേഷം പിന്നീട് ഒരു റെസിസ്റ്റൻ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയിരിക്കുകയാണ്. പ്രീവിയസ് ഡേയ്സിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ഇന്നും ആക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു നിന്ന് ഡൗൺ ട്രെൻഡിലേക്ക് വന്ന് പിന്നീട് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ് എടുത്ത് മാറിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഇന്നലത്തെ വീഡിയോസ് വാച്ച് ചെയ്തവർക്കറിയാം, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൻ്റെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സിമ്പിൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് എടുക്കാൻ സാധിക്കും. നമുക്ക് നെക്സ്റ്റ് ഡേക്കുള്ള സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത് 25,200 റേഞ്ചിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു സപ്പോർട്ട് റേഞ്ച് നോക്കുകയാണെങ്കിൽ 25,120 തൊട്ട് 25,100 വരെയുള്ള റേഞ്ച് മാർക്കറ്റ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് നാളത്തെ മാർക്കറ്റിൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ 25,320 ആ റേഞ്ച് തൊട്ട് 340 വരെയുള്ള റേഞ്ചിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ഇമ്മീഡിയറ്റ് ആക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു നമുക്ക് ഫുള്ളി കൺട്രോൾ പ്രഡിക്ഷനിലോട് കൂടി മാർക്കറ്റിൽ പോകാൻ പറ്റത്തില്ല. ഇമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് പോകുകയാണെങ്കിൽ 25,500 റേഞ്ചിലേക്ക് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാൻ വളരെ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 300 പോയിൻറ്റ്സിൻ്റെ അപ്പ് മൂവ്മെൻ്റ് ഉണ്ട്. ഒറ്റയടിക്ക് 300 പോയിൻറ്റ്സ് മൂവ് പോകത്തില്ലെന്ന് ചോദിച്ചാൽ പോകും. വളരെ റെയറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഈ മാർക്കറ്റിലെ ഒരു മൂവ്മെൻറ്റ്സ് അനുസരിച്ച് അതിലേക്കുള്ളൊരു ചാൻസ് കുറവാണ്. പക്ഷേ അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഈ ക്ലോസ് ആയിരിക്കുന്നത് 25,198 ക്ലോസ് ആയിരിക്കുന്നത്. അവിടെ നിന്ന് ഡൗൺ ട്രെൻഡും അപ്പ് ട്രെൻഡ് പോയാൽ ഒരു മാർക്കറ്റിൻ്റെ വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഏതാണ് ഇന്നത്തെ 5 മിനിറ്റ്സ് ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഡൗൺ ട്രെൻഡ് വന്ന ശേഷം പിന്നീട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി പിന്നെ ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയായിരുന്നു. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ ഫോളോ ചെയ്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്തവർക്ക് നല്ലൊരു ഒരു ഷോർട്ട് ടൈം പ്രോഫിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈമായിരുന്നു. മാർക്കറ്റ് മൂവ് ആയ ടൈമാണ് 11 o'clock 10:45 ശേഷം ഒരു മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ഈ ഒരു ബ്രേക്കൗട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്കൗട്ട് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ബ്രേക്കൗട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ റേഞ്ചിൽ മാർക്കറ്റ് 2-3 ദിവസമായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തിരിക്കാൻ ഇവിടുന്ന് അപ്സൈഡിൽ മൂവ്മെൻറ്റിലേക്ക് പോകാനും വളരെ സാധ്യത കൂടുതലാണ്. പിന്നത്തെ ക്ലോസ് ആയിരിക്കുന്നത് 57,100 മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആക്ട് ചെയ്യാൻ പറ്റിയ ഒരു ലെവൽസാണ് 57,150 തൊട്ട് 160 റേഞ്ച് വരെ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 56,990 തൊട്ട് 56,980 ആ ഒരു റേഞ്ചിൽ നമുക്ക് മാർക്കറ്റ് ഒരു സപ്പോർട്ടായിട്ട് നോക്കിയിട്ട് പിന്നീട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് നെക്സ്റ്റ് ആക്ട് ചെയ്യാൻ പറ്റിയ ലെവലാണ് 57,280 തൊട്ട് 326 വരെയുള്ള റേഞ്ചും. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പറ്റിയത് 56,930 തൊട്ട് 883 ആ റേഞ്ച് വരെ. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ ഫേസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു മാർക്കറ്റ് ബുള്ളിഷിലേക്ക് മൂവ് ആകാനും വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ല ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫോളോ ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഒരു നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത സംഭവം എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഉണ്ടാവും, അത് എക്സിക്യൂട്ട് ചെയ്യാതെ പ്ലാനിങ് മാത്രം വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിലുള്ള സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ചാർട്ടിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ളായിരുന്നു. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു നല്ല സെറ്റപ്പുമായി പിന്നീട് വീഡിയോസിൽ ഇന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലെ റെസിസ്റ്റൻസ് ലെവലുകളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ, താങ്ക് യു.